ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള തില്ലു സ്ക്വയർ എന്ന മൂവിയാണ്. കുറേ ട്വിസ്റ്റൊക്കെയുള്ള ഒരു കിടില റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണിത്. 2022 റിലീസായ ഡീജെ തില്ലർ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ മൂവി. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ സ്റ്റോറി കൂടി ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. കാരണം അതിൽ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സൊക്കെ ഈ മൂവിയിലുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് നമുക്ക് ഈ മൂവിയിലേക്ക് വരാം. നമ്മുടെ മൂവിയിലെ നായകൻ്റെ പേര് തില്ലു എന്നാണ്. ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള DJ ആകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ് തില്ലു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഉള്ള പൈസയ്ക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് അവൻ്റെ. അങ്ങനെ ഇരിക്കെ തില്ലു അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരു പബ്ബിൽ പോകുന്നു. അവിടെ വെച്ച് അവൻ രാധിക എന്നൊരു പെൺകുട്ടിയെ കാണുകയും കണ്ടപ്പോൾ തന്നെ അവളോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. തില്ലുവിൻ്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ രാധികയ്ക്ക് അവനെ ഇഷ്ടമാവുന്നു. അങ്ങനെ കുറച്ച് റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുന്നു. രാധികയാണെങ്കിൽ നേരെ ഒരു ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അവൾ അവിടുന്ന് പോകാൻ വേണ്ടി സാധനമൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് രോഹിത്ത് അവിടേക്ക് വരുന്നു. രാധിക അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി രോഹിത്ത് അവളെ തടയുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ രാധിക ഒരു തള്ളു കൊടുക്കുമ്പോൾ രോഹിത്തിൻ്റെ തലയെന്ന് ഭിത്തിയിലടിച്ച് അവൻ അപ്പം തന്നെ മരിച്ചു പോകുന്നു. അങ്ങനെ സഹായത്തിന് ആരെ വിളിക്കണമെന്നറിയാതിരിക്കുന്ന രാധിക അവസാനം തില്ലുവിനെ കോൾ ചെയ്യുന്നു. തില്ലു ആണെങ്കിൽ രാധിക വിളിച്ചത് സെക്സ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും റൊമാൻസ് ചെയ്യാനൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് വലിയ സന്തോഷത്തോടെയാണ് ആ ഫ്ലാറ്റിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോഴാണ് രാധികയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും അബദ്ധത്തിൽ രാധിക അവനെ കൊന്നെന്നും തില്ലുവിന് മനസ്സിലാകുന്നത്. ഇക്കാര്യം പോലീസിൽ അറിയിക്കാന്നൊക്കെ തില്ലു പറയുന്നെങ്കിലും രാധിക അതിന് സമ്മതിക്കുന്നില്ല. അവസാനം രാധികയുടെ കരച്ചിൽ കണ്ട് തില്ലു അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ തില്ലു രാധികയും കൂടെ രോഹിത്തിന്റെ ബോഡി ഒരു കാട്ടിക്കൂട്ട് കുഴിച്ചിടുന്നു. പക്ഷെ അപ്പോഴാണ് ചന്ദ്രകാന്ത് എന്ന് പറയുന്ന ഒരാള് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ആ വീഡിയോ ഡിലീറ്റ് ആക്കണമെങ്കിൽ 25 ലക്ഷം രൂപ തരണമെന്ന് ചന്ദ്രകാന്ത് അവരോട് പറയുന്നു. അങ്ങനെ പൈസയുടെ കാര്യമൊത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഷനോൺ എന്ന് പറയുന്നൊരു ക്ലബ് ഓണറിനെ തനിക്ക് പരിചയമുണ്ടെന്നും അവൻ്റെ അടുത്ത് പൈസ കാണുമെന്നും രാധിക തില്ലുവിനോട് പറയുന്നത്. അങ്ങനെ അവർ നേരെ ഷനോന്റെ അടുത്ത് പോകുന്നു. പക്ഷെ ഷനോൺ കുറച്ച് കോഴിത്തരമൊക്കെ ഉള്ള ആളായിരുന്നു. അതറിയാവുന്ന രാധിക ഷനോനെ സെഡ്യൂസ് ചെയ്ത് അവൻ്റെ അടുത്ത് നിന്ന് 2 കോടി രൂപ അടിച്ചു മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ ഷനോനെ സെഡ്യൂസ് ചെയ്തതിന്റെ പേരിൽ തില്ലുവും രാധികയായിട്ട് വഴക്കാവുന്നു. ഈ സമയം ഇത് കണ്ട് റാവു എന്നൊരു സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്ന് കാര്യം ചോദിക്കുന്നു. റാവുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തില്ലുവിനെ പരിചയമില്ലെന്ന് രാധിക കള്ളം പറയുന്നു. രാധികയെ ശല്യം ചെയ്തതിന് തില്ലുവിനെ പോലീസ് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് റാവു രാധികയോട് പറയുന്നു. അങ്ങനെ രാധിക റാവുവിന്റെ കൂടെ പോകുന്നു. ഈ സമയം ഷനോൺ അവിടേക്ക് വരികയും പോലീസുകാരുടെ കൂടെ ചായക്കടയിലിരിക്കുന്ന തില്ലുവിനെ കാണുകയും ചെയ്യുന്നു. തന്റെ പൈസ എവിടെയെന്ന് ചോദിച്ച് ഷനോൺ തില്ലുവിനോട് വഴക്കിടുന്നു. പൈസ കാറിലാണെന്ന് പറഞ്ഞ് തില്ലു ഷനോനെയും കൂട്ടി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ കാർ അവിടെ കാണുന്നില്ല. അത് കഴിഞ്ഞ് രോഹിത്തിനെ കുഴിച്ചിട്ട സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ പൈസയുള്ള കാറും കൂടെ രാധികയും ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് ചെക്ക് ചെയ്ത് രോഹിത്തിനെ കൊന്ന കാര്യം റാവു കണ്ടുപിടിച്ചെന്നും അതിന്റെ പേര് തന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചപ്പോൾ റാവുവിന്റെ ഫോണും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട് ഓടി വന്നതാണെന്നും രാധിക തില്ലുവിനോട് പറയുന്നു. ഈ സമയം തന്നെ റാവു അങ്ങോട്ട് വരുന്നത് കണ്ട് തില്ലുവും രാധിക ഷനോനും കൂടെ പൈസയുള്ള കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ പോകും വഴി അവർ ഷനോനെ വണ്ടിയിൽ നിന്ന് തള്ളി പുറത്തിടുന്നു. ശേഷം തില്ലുവും രാധികയും കൂടെ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നു. പക്ഷെ തില്ലു വാഷ്റൂമിൽ പോയ സമയം കൊണ്ട് രാധിക പൈസയുമായിട്ട് അവിടുന്ന് മുങ്ങുന്നു. ഈ സമയം തന്നെ റാവുവും ഷനോനും കൂടെ ഹോട്ടലിലോട്ട് വരികയും തില്ലുവിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്ന് തലക്കടി കിട്ടി തില്ലുവിന് ഓർമ്മ നഷ്ടപ്പെടുന്നു. തില്ലുവിനോട് ചോദിച്ചിട്ടും പൈസയുടെ കാര്യമോ ഫോണിന്റെ കാര്യമോ ഒന്നും അവന് ഓർമ്മയില്ലെന്ന് റാവുവിനും ഷനോനും മനസ്സിലാവുന്നു. ഈ സമയത്താണ് റാവു ചന്ദ്രകാന്തിനെ കണ്ടുമുട്ടുന്നത്. തില്ലു രാധികയും ചേർന്ന് ഒരു മർഡർ ചെയ്തതിന്റെ വീഡിയോ തന്റെ അടുത്തുണ്ടെന്ന് ചന്ദ്രകാന്ത് റാവുവിനോട് പറയുന്നു. 25 ലക്ഷം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതുകൊണ്ടാണ് വീഡിയോയുടെ കാര്യം ചന്ദ്രകാന്ത് റാവുവിനോട് പറയുന്നത്. അങ്ങനെ ചന്ദ്രകാന്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് തില്ലുവിനും രാധികയ്ക്കും എതിരെ റാവു കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ കേസ് കോടതിയിലെത്തുന്നു. പൈസയും കൊണ്ട് മുങ്ങിയ രാധികയെ പോലീസുകാർ കോടതിയിലെത്തിക്കുന്നു. രാധികയെ കണ്ട ഉടൻ തന്നെ തന്റെ ഫോൺ എവിടെയെന്നാണ് റാവു ചോദിക്കുന്നത്. പക്ഷെ അവള് മറുപടി ഒന്നും പറയുന്നില്ല. രോഹിത് തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നെന്നും തനിക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ് വഴക്കായപ്പോൾ അബദ്ധത്തിൽ തലയിടിച്ച് മരിച്ചതാണെന്നും രാധിക ജഡ്ജിയോട് പറയുന്നു. ശേഷം ചന്ദ്രകാന്ത് താൻ കണ്ട കാര്യം ജഡ്ജിയോട് പറയുന്നു. രാധികയും റാവുവും ചേർന്ന് രോഹിത്തിനെ കുഴിച്ചിട്ടത് കണ്ടെന്നും റാവു തനിക്ക് പൈസ തന്ന് അയാളുടെ പേരിന് പകരം തില്ലുവിന്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടതാണെന്നും ചന്ദ്രകാന്ത് പറയുന്നു. ഇത് കേട്ടിട്ട് റാവുവും രാധികയും ആകെ ഷോക്കാവുന്നു.
തനിക്ക് രാധികയെ യാതൊരു മുൻപരിചയവും ഇല്ലെന്നൊക്കെ റാവു പറയുന്നെങ്കിലും റാവു വന്ന് ഹോട്ടലിൽ വെച്ച് രാധികയുടെ പിന്നാലെ ഫ്ലേർട്ട് ചെയ്യുന്ന വീഡിയോ കോൺസ്റ്റബിൾ കോടതിക്ക് കൈമാറുന്നു. സത്യത്തിൽ ചന്ദ്രകാന്തനും കോൺസ്റ്റബിളിനും പൈസ കൊടുത്ത് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് തില്ലുവാണെന്ന് നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം റാവുവിന്റെ ഫോണിലുണ്ടായിരുന്ന പുള്ളി ലഹരി ഉപയോഗിക്കുന്നതും അണ്ടർവെയറിൽ ഫ്ലേർട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ജഡ്ജി ഉൾപ്പെടെ കോടതിയിലുള്ള എല്ലാവരുടെയും ഫോണിലേക്ക് സെൻഡ് ആവുന്നു. ഇതുകൂടി കണ്ടതോടെ രോഹിത് മർഡർ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ റാവുവിനെ രാധികയും റിമാൻഡിൽ വയ്ക്കാനും കോടതി ഉത്തരവിടുന്നു. ശേഷം ജയിലിൽ കിടക്കുന്ന രാധികയെ കാണാൻ തില്ലു അവിടേക്ക് പോകുന്നു. രാധിക തന്നെ ചതിച്ചതിന് അവൾക്കിട്ട് തിരിച്ചു പണി കൊടുക്കാൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും തില്ലു അവളോട് പറയുന്നു. രാധിക ഒളിവിൽ താമസിച്ച സ്ഥലം കണ്ടെത്തിയതും അവളെ കോടതിയിൽ കൊണ്ടുവന്നതും എല്ലാം തില്ലുവിന്റെ തന്നെ ഐഡിയ ആയിരുന്നു. രാധിക ഇത്രയൊക്കെ ചെയ്തെങ്കിലും അവളെ പൂർണ്ണമായിട്ട് വെറുക്കാൻ തില്ലുവിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രാധികയ്ക്ക് ബെയിലിനുള്ള ആപ്ലിക്കേഷൻ തില്ലു അവൾക്ക് കൊടുക്കുന്നു. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് ചെയ്തതെന്നും തില്ലു അവളോട് പറയുന്നു. ശേഷം തന്റെ പുതിയ ഗേൾഫ്രണ്ടുമായിട്ട് തില്ലു പാരീസിലേക്ക് പോകുന്നിടത്താണ് DJ തില്ലു എന്ന മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഫസ്റ്റ് പാർട്ടിന്റെ കഥ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇനി നമുക്ക് തില്ലു സ്ക്വയറിലേക്ക് പോകാം. ഷനോന്റെ കയ്യിൽ നിന്ന് രാധിക കൊണ്ടുപോയ പൈസ തില്ലുവിന് കിട്ടുന്നെങ്കിലും അതൊക്കെ പാരീസിൽ ചൂതാട്ടം നടത്തി തന്നെ അവൻ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം തില്ലു ഫാമിലിയും കൂടെ തില്ലു ഇവന്റ്സ് എന്ന പേരിൽ നാട്ടിലൊരു ഇവന്റ് കമ്പനി നടത്തുന്നതാണ് കാണിക്കുന്നത്. തില്ലുവിന്റെ DJ ആണ് ഇവന്റിന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുംബൈയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് തില്ലുവിന്റെ DJ ബുക്ക് ചെയ്യുന്നു. അവന്റെ DJ പ്രോഗ്രാംസ് ഒക്കെ യൂട്യൂബിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് അയാൾ കോൾ ചെയ്യുന്നത്. വരുന്ന മാസം സെപ്റ്റംബർ 27 ഹൈദരാബാദിൽ വെച്ചാണ് പ്രോഗ്രാം എന്ന് അയാൾ തില്ലുവിനോട് പറയുന്നു. പക്ഷെ അത് തന്റെ ബർത്ത്ഡേ വീക്ക് ആണെന്നും അതുകൊണ്ട് താൻ വരില്ലെന്നും തില്ലു മറുപടി പറയുന്നു. പക്ഷെ 25 ലക്ഷം രൂപ സിംഗിൾ പേയ്മെന്റ് തരാമെന്ന് പറയുമ്പോൾ തില്ലു ആ പ്രോഗ്രാം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. തില്ലുവിന്റെ ആവശ്യപ്രകാരം 25 ലക്ഷത്തിന്റെ ചെക്ക് അയാൾ തില്ലുവിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തില്ലുവിന്റെ വീട്ടിലാണെങ്കിൽ അവന് വേണ്ടി ഒരുപാട് കല്യാണാലോചനകളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അതിൽ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ തില്ലു അവന്റെ ഒരു ഫ്രണ്ടും കൂടെ വീക്കെൻഡ് പാർട്ടിക്ക് പോകുന്നത് കാണിക്കുന്നു. അവിടെ സ്വിമ്മിംഗ് പൂളിനടുത്തിരുന്ന് പെൺകുട്ടികളെയൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് വന്ന് തില്ലുവിന്റെ അഴിച്ചിട്ടിരുന്ന ഷൂസിലേക്ക് വൊമിറ്റ് ചെയ്യുന്നത്. വൊമിറ്റ് ചെയ്തതിന് അവളെ വഴക്കു പറയാൻ വരുന്ന തില്ലു അവളുടെ സൗന്ദര്യവും സെക്സി ലുക്കും ഒക്കെ കണ്ട് ആകെ മയങ്ങിപ്പോകുന്നു. എങ്കിലും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വൊമിറ്റ് ചെയ്ത ഒരു ഷൂ കഴുകി തരണമെന്ന് തില്ലു അവളോട് പറയുന്നു. തെറ്റ് തന്റെ ഭാഗത്തായതുകൊണ്ട് മറുത്തൊന്നും പറയാതെ അവളും അതിനെ സമ്മതിക്കുന്നു. ശേഷം അവൾ ആ ഷൂ കഴുകാൻ പോകുമ്പോൾ മറ്റേ ഷൂവും കൊണ്ട് തില്ലു അവളുടെ പിന്നാലെ പോകുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവളുടെ മുമ്പിലൊരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ തില്ലുവിന് സാധിക്കുന്നു. അവളുടെ പേര് ലില്ലി എന്നായിരുന്നു. പതിയെ പതിയെ അവൻ അവളോട് ഫ്ലേർട്ട് ചെയ്യുകയും അവളും അതെല്ലാം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അവരുടെ സംസാരം ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം രാവിലെ തില്ലു കണ്ണു തുറക്കുമ്പോൾ ലില്ലി അവിടെ കാണുന്നില്ല. പക്ഷെ അവൾ എഴുതി വെച്ചൊരു പേപ്പർ നോട്ട് ബെഡിൽ നിന്നും കിട്ടുന്നു. നീയുമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം മനോഹരമായിരുന്നെന്നും പക്ഷെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ആകാൻ പറ്റിയ അവസ്ഥയിലല്ല താനെന്നുമായിരുന്നു ലില്ലി ആ നോട്ടിൽ എഴുതിയിരുന്നത്. ലില്ലി പോയതിൽ തില്ലുവിനാകെ നിരാശ തോന്നുന്നു. പിന്നീടുള്ള ഒരു മാസവും പല വിധത്തിൽ അവൻ ലില്ലിയെക്കുറിച്ച് അന്വേഷിക്കുന്നെങ്കിലും ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛനെ കാണിക്കാൻ തില്ലുവും ഫാമിലിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഡോക്ടറിനെ കണ്ട് പുറത്തു വരുമ്പോഴാണ് ലില്ലി അവിടെ വെച്ച് കാണുന്നത്. നീ എന്താ ഇവിടെയെന്ന് തില്ലു ചോദിക്കുമ്പോൾ താൻ പ്രഗ്നന്റ് ആണെന്ന് ലില്ലി മറുപടി പറയുന്നു. ഇത് കേട്ട് തില്ലു ചെറുതായി ഷോക്കാവുന്നു. കാരണം അന്നത്തെ ദിവസം കള്ളു കുടിച്ചിരുന്നത് കൊണ്ട് തങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവന് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ലില്ലിയെ വിവാഹം കഴിക്കണമെന്ന് ഇരുവരുടെയും പേരൻസ് തില്ലുവിനോട് പറയുന്നു. പക്ഷെ തില്ലുവിന്റെ കൺഫ്യൂഷൻ കണ്ട് ലില്ലി അവനെയും കൊണ്ട് അല്പം മാറി നിന്ന് സംസാരിക്കുന്നു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രഷർ കാരണം വിവാഹം കഴിക്കേണ്ടെന്നും നമുക്കിത് അബോർഷൻ ചെയ്യാമെന്നും ലില്ലി തില്ലുവിനോട് പറയുന്നു. വിഷമത്തോടെയും മനസ്സില്ലാ മനസ്സോടെയുമാണ് ലില്ലി അത് തില്ലുവിനോട് പറയുന്നത്. പക്ഷെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ തില്ലുവിന് മനസ്സ് വരുന്നില്ല. അന്നത്തെ രാത്രിയിലെ കാര്യങ്ങൾ ശരിക്കും ഓർമ്മയില്ലെങ്കിലും ഒരു കുഞ്ഞിനു വേണ്ടി പ്രിപ്പയർഡ് അല്ലായിരുന്നിട്ടും ലില്ലിയോടുള്ള സ്നേഹം കാരണം അവളെ വിവാഹം കഴിക്കാൻ തില്ലു സമ്മതിക്കുന്നു. ശേഷം ലില്ലിയും പപ്പയും കൂടെ തില്ലുവിന്റെ വീട്ടിൽ വരുന്നത് കാണിക്കുന്നു. തില്ലു അവൾക്ക് തന്റെ വീട് കാണിച്ചു കൊടുക്കുന്നു. ലില്ലിയുമായി ചിലവഴിക്കുന്ന നിമിഷങ്ങളിൽ തില്ലുവിന് അവളോടും കുഞ്ഞിനോടുള്ള സ്നേഹവും കരുതലും കൂടി വരുന്നു. ലില്ലിയുടെ വളകാപ്പ് ചടങ്ങിനെ കുറിച്ച് വരെ തില്ലു ചിന്തിച്ചു കൂട്ടുന്നു. ശേഷം തന്നെ ബർത്ത്ഡേയുടെ തലേ ദിവസം തില്ലു ലില്ലിയെ കോൾ ചെയ്യുന്നു. നാളത്തെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ DJ തില്ലുവെന്നും ഹാപ്പി ബർത്ത്ഡേ ജൂനിയർ തില്ലു എന്ന് എഴുതിയ 2 കേക്ക് കൊണ്ടുവരണമെന്നും അത് കണ്ട് ഞാൻ സർപ്രൈസ് ആയ പോലെ അഭിനയിക്കാമെന്നും തില്ലു അവളോട് പറയുന്നു. മറ്റുള്ളവർ അത് കണ്ട് സർപ്രൈസ് ആവട്ടെ എന്നും തില്ലു അവളോട് പറയുന്നു. അങ്ങനെ തില്ലുവിന്റെ ബർത്ത്ഡേ ദിവസം വന്നെത്തുന്നു. ഈവനിങ് പാർട്ടിക്ക് ലില്ലിയെ കാണാത്തതുകൊണ്ട് തില്ലു അവളെ കോൾ ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുന്നു. താൻ കുറച്ച് അപ്സെറ്റ് ആണെന്നും അതുകൊണ്ട് പാർട്ടിക്ക് വരുന്നില്ലെന്നും ലില്ലി മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്റെ മൂഡ് ഓഫ് ഒക്കെ മാറ്റി തരാമെന്നും ലൊക്കേഷൻ അയക്കാനും പറഞ്ഞ് തില്ലു അവളുടെ അടുത്തേക്ക് പോകുന്നു.
പക്ഷെ ലില്ലി പറഞ്ഞ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് അത് രാധിക തന്നെ വിളിച്ചു വരുത്തിയ അപ്പാർട്ട്മെന്റ് ആണെന്ന് തില്ലുവിന് മനസ്സിലാകുന്നത്. അന്ന് രാധിക താമസിച്ച അതേ ഫ്ലാറ്റിലാണ് ലില്ലിയും ഉണ്ടായിരുന്നത്. അവിടെ വിഷമിച്ചിരിക്കുന്ന ലില്ലിയെ കണ്ട് തില്ലു കാര്യം തിരക്കുന്നു. കൃത്യം 1 വർഷം മുമ്പേ കാണാതായ തന്റെ സഹോദരനെ കുറിച്ച് ലില്ലി തില്ലുവിനോട് പറയുന്നു. അവൾ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് രാധിക കൊലപ്പെടുത്തിയ രോഹിത്തിന്റെ സഹോദരിയാണ് ലില്ലി എന്ന് തില്ലുവിന് മനസ്സിലാകുന്നത്. ഇത് കേട്ടതും തില്ലുവിനാകെ പേടി തോന്നുന്നു. ആ ഫ്ലാറ്റിൽ നിൽക്കുന്ന ഓരോ നിമിഷവും തില്ലുവിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലില്ലിയുടെ ഫ്രണ്ട് പുരുഷോത്ത് അവിടേക്ക് വരുന്നത്. രോഹിത്തിനെ കണ്ടുപിടിക്കാൻ സഹായിക്കാനാണ് പുരുഷോത്ത് വന്നതെന്ന് ലില്ലി തില്ലുവിനോട് പറയുന്നു. രോഹിത്ത് മിസ്സായ രാത്രിയിൽ അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പുരുഷോത്ത് അവരോട് പറയുന്നു. ഇത് കേട്ട് തില്ലുവിന് ഭയവും ലില്ലിക്ക് സന്തോഷവും തോന്നുന്നു. ഇപ്പൊ തന്നെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് തില്ലുവിന്റെ കാറിൽ അവര് 3 പേരും കൂടെ അന്ന് രോഹിത്ത് പോയ സ്ഥലത്തേക്ക് പോകുന്നു. ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവർ കൃത്യം രോഹിത്തിനെ കുഴിച്ചിട്ട സ്ഥലത്ത് ചെല്ലുന്നു. ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ട് പേടിച്ചാണ് തില്ലു അവളുടെ കൂടെ നിൽക്കുന്നത്. കൃത്യം രോഹിത്തിനെ കുഴിച്ചിട്ട സ്ഥലം കണ്ടതും ഇവിടെ കണ്ടിട്ട് ചുറ്റുമുള്ള സ്ഥലത്ത് നിന്നും മാറ്റമുണ്ടെന്നും ഒരു പക്ഷെ ആരെങ്കിലും രോഹിത്തിനെ കൊന്ന് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നും പുരുഷോത്ത് സംശയം ചോദിക്കുന്നു. ഇവിടെ കുഴിച്ചു നോക്കിയാൽ മാത്രമേ തന്റെ സംശയം സത്യമാണോ എന്ന് അറിയാൻ പറ്റൂ എന്നും പുരുഷോത്ത് അവരോട് പറയുന്നു. അങ്ങനെയെങ്കിൽ കുഴിക്കാൻ പറ്റിയ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമോ എന്ന് ലില്ലി തില്ലുവിനോട് ചോദിക്കുന്നു. ബോഡി കുഴിച്ചിടാനും ഇപ്പോൾ അതേ ബോഡി കുഴിതോണ്ടിയെടുക്കാനും തനിക്ക് തന്നെ വിധി വന്നല്ലോ എന്നോർത്ത് തില്ലു അവിടെ നിന്ന് പോകുന്നു. തിരിച്ചല്ലാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി നടക്കുമ്പോഴാണ് കുറച്ച് ഗുണ്ടകൾ തില്ലുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഗുണ്ടകൾ തില്ലുവിനെ ഒരു ഗോഡൌണിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ സമയം തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഷനോണിനെ കണ്ട് തില്ലു ആകെ ഷോക്കാവുന്നു. സത്യത്തിൽ ഷനോൺ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടിയിരുന്ന പൈസയാണ് അന്ന് രാധികയും തില്ലുവും കൊണ്ടുപോയത്. നീ കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഒളിവിലാണെന്നും പൈസ എവിടെയെന്നും ചോദിച്ച് ഷനോൺ തില്ലുവിനെ അടിക്കുന്നു. പക്ഷെ കൃത്യം ഈ സമയത്ത് ആരോ ഒരു വണ്ടിയിൽ അവിടേക്ക് വരുന്നു. മാസ് ലുക്കിൽ കയ്യിൽ കണ്ണും പിടിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ലില്ലിയെ കണ്ട് തില്ലു പിന്നെയും ഷോക്കാവുന്നു. ഷനോന്റെ ഗുണ്ടകളെയെല്ലാം ലില്ലി അവളുടെ ആളുകളും ചേർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ഇതെല്ലാം കാണുന്ന തില്ലു ആകട്ടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ അല്പസമയം നിശ്ചലനായി നിൽക്കുന്നു. ഓരോ തവണയും ഇങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പണി വാങ്ങി നിനക്ക് മതിയായില്ലേ എന്ന് ഷനോൻ തില്ലുവിനോട് ചോദിക്കുന്നു. ശേഷം ആകെ കിളി പോയി നിൽക്കുന്ന തില്ലുവിനോട് ലില്ലി സത്യങ്ങളൊക്കെ പറയുന്നു. രോഹിത്തിനെ കൊന്നിട്ട് കുഴിച്ചിട്ട് എങ്ങനെയാണെന്ന് തില്ലുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിൽ ലില്ലി അവന്റെ ലൈഫിലേക്ക് വരുന്നത്. താൻ സത്യത്തിൽ രോഹിത്തിന്റെ സഹോദരിയൊന്നും അല്ലെന്നും ഒരു ISF ഏജന്റ് ആണെന്നും കൂടെ ലില്ലി അവനോട് പറയുന്നു. ലില്ലി പറയുന്നത് കേട്ട് തില്ലു ആകെ മനസ്സ് കയറുന്ന അവസ്ഥയിലാവുന്നു. അവളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ മനസ്സ് തെളിയുന്നതിനോടൊപ്പം അതൊക്കെ ഒരു കള്ളമായിരുന്നെന്ന തിരിച്ചറിവ് അവനെ വളരെ വേദനിപ്പിക്കുന്നു. ശേഷം ഷനോണിനെയും തില്ലുവിനെയും കൂട്ടി ലില്ലി എവിടേക്കോ പോകുന്നത് കാണിക്കുന്നു. ഇവിടുന്ന് വലതുവശത്തേക്ക് പോയാൽ നീ അന്വേഷിക്കുന്ന കാര്യം കിട്ടുമെന്ന് ഷനോൺ ലില്ലിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് തില്ലു ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും മറുപടിയൊന്നും പറയുന്നില്ല. അല്പം കഴിഞ്ഞതും സ്ഥലം എത്തിയെന്ന് ഷനോൺ പറയുമ്പോൾ ലില്ലി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്താണ് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചന്ദ്രകാന്തിനെ തില്ലു കാണുന്നത്. രോഹിത്തിന്റെ ബോഡി തില്ലു കുഴിച്ചിടുന്ന വീഡിയോ ചന്ദ്രകാന്ത് ലില്ലിക്ക് കൊടുക്കുന്നു. ചന്ദ്രകാന്തിനെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ലില്ലി അയാളുടെ കയ്യിൽ നിന്ന് വീഡിയോ വാങ്ങുന്നത്. ഈ തെളിവിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതെന്നും ഇനിയിപ്പോ ഞാൻ എന്തു പറഞ്ഞാലും നിനക്കത് അനുസരിക്കേണ്ടി വരുമെന്നും ലില്ലി തില്ലുവിനോട് പറയുന്നു. ഷനോനെയും ചന്ദ്രകാന്തിനെ പറഞ്ഞു വിട്ടിട്ട് ലില്ലി തില്ലുവിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ലില്ലി തില്ലുവിനെയും കൂട്ടി ഒരു ഇവന്റ് ഹാളിലേക്കാണ് പോകുന്നത്. വരുന്ന ശനിയാഴ്ച ഇവിടെ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോവുകയാണ്. ഹൈ സെക്യൂരിറ്റി അലേർട്ടുള്ള ഈ പ്രോഗ്രാമിൽ പുറത്തുനിന്ന് ആർക്കും തന്നെ വരാൻ സാധിക്കില്ല. ഇത്രയൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താൻ കാരണം അന്നത്തെ ഇവന്റിൽ ഷെയ്ഖ് മെഹബൂബ് എന്നൊരു ഇന്റർനാഷണൽ ക്രിമിനലും പങ്കെടുക്കുന്നുണ്ട്. കള്ളക്കടത്തും ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സും ഉള്ള ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ് മെഹബൂബ്. കഴിഞ്ഞ 5 വർഷങ്ങളായി ISF അയാളെ കൊല്ലാൻ നോക്കുന്നെങ്കിലും ഓരോ തവണയും അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. കാരണം ISFിലുള്ള ആരോ ഒരാൾ തന്നെയാണ് മെഹബൂബിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ തീർച്ച അൺഒഫീഷ്യലായി മൂവ് ചെയ്യണമെന്ന് സീനിയർ ഓഫീസർ ലില്ലിയോട് പറയുന്നത്. അന്നത്തെ ഇവന്റ്സിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് DJ ചെയ്യുന്നത് തില്ലു ആണെന്ന് ലില്ലിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ലില്ലി തില്ലുവിനെ ചൂസ് ചെയ്യുന്നത്. ഈ സമയം മൂവിയുടെ തുടക്കത്തിൽ തില്ലുവിനെ വിളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തതും 25 ലക്ഷം രൂപ കൊടുത്തതുമെല്ലാം മെഹബൂബ് ആയിരുന്നെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പുറത്തുനിന്ന് ഒരാൾക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ടാണ് തില്ലുവിനെ വെച്ച് മെഹബൂബിനെ കൊല്ലാൻ ലില്ലി പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇത് കേട്ടതും നിനക്ക് എന്നെ കണ്ടിട്ട് വല്ല ജാക്കി ചാനും ജെയിംസ് ബോണ്ടിനെ പോലെ തോന്നുന്നുണ്ടോ എന്ന് തില്ലു ലില്ലിയോട് ചോദിക്കുന്നു. ലില്ലി പല രീതിയിൽ തില്ലുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കുന്നെങ്കിലും അവൻ അതിനൊന്നും വഴങ്ങുന്നില്ല. തനിക്കൊന്ന് ആലോചിക്കാൻ കുറച്ച് സമയം തരണമെന്നും നാളെ ഒരു ദിവസത്തേക്ക് തനിക്ക് ഇതിൽ നിന്നൊക്കെ ലീവ് തരണമെന്നും തില്ലു ലില്ലിയോട് പറയുന്നു. പക്ഷെ തില്ലുവിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മിഷൻ പൂർത്തിയാകുന്നത് വരെ ലില്ലിയും തില്ലുവിന്റെ കൂടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു.
ശേഷം തില്ലുവിന്റെ അച്ഛൻ അവന്റെ അടുത്ത് വന്നിട്ട് ലില്ലി ഗർഭിണിയായതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറയുന്നു. പക്ഷെ അച്ഛനോട് സത്യാവസ്ഥ തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് ചില മുട്ടാപ്പോക്കുകളൊക്കെ പറഞ്ഞ് തില്ലു അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ശേഷം തില്ലു ആകെ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ട് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ലില്ലി അവനോട് ചോദിക്കുന്നു. നിന്റെ ഗർഭവും പ്രേമവും ഒക്കെ സത്യമാണെന്ന് വിചാരിച്ച് അച്ഛൻ കല്യാണത്തിന് വേണ്ടി ധൃതി കൂട്ടുകയാണെന്ന് തില്ലു മറുപടി പറയുന്നു. ഇത് കേട്ട് ലില്ലിക്ക് ചെറിയ വിഷമം തോന്നുന്നു. ഞാൻ നിന്നെ പരിചയപ്പെട്ടതും പ്രേമിച്ചതും ഒക്കെ മിഷന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇടയ്ക്കെപ്പോഴോ ഞാൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു പോയെന്ന് ലില്ലി അവനോട് പറയുന്നു. ഇനി അഥവാ മെഹബൂബിനെ കൊല്ലാൻ ശ്രമിച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നീ എപ്പോഴും ഒരു നല്ല ഓർമ്മയായി എന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നും ലില്ലി അവനോട് പറയുന്നു. ഇത് കേട്ടതും അപ്പൊ എന്റെ മരണം ഏകദേശം ഉറപ്പാണല്ലേ എന്ന് തില്ലു തിരിച്ചു ചോദിക്കുന്നു. ശേഷം തില്ലുവിന്റെ ടെൻഷനും സ്ട്രെസ്സും മാറ്റാനായി ലില്ലി അവനെ കിസ് ചെയ്യുന്നു. അങ്ങനെ ആസ്വദിച്ച് കിസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് മെഹബൂബിനെ കൊല്ലാൻ ലില്ലിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. വളരെ റെയറായിട്ടുള്ള ഒരു പ്ലാൻ പോയിസൺ ലഡുവിൽ ഇഞ്ചെക്ട് ചെയ്ത് അത് മെഹബൂബിന് കൊടുക്കണമെന്ന് ലില്ലി തില്ലുവിനോട് പറയുന്നു. ആ പോയിസൺ ചെന്നാൽ ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ കഴിച്ചയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. ഇതാവുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും കൊലപാതകം എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും ലില്ലി പറയുന്നു. വലിയ ISF ഏജന്റൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊല്ലാൻ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയുള്ളോ എന്ന് തില്ലു അവളോട് ചോദിക്കുന്നു. ലില്ലി പക്ഷെ തില്ലു പറയുന്ന ഒന്നും കാര്യമാക്കാതെ ഈ പ്ലാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ലില്ലിയോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തില്ലുവിനെ മെഹബൂബ് കോൾ ചെയ്യുന്നത്. താൻ ഹൈദരാബാദിലെത്തിയെന്നും വൈകിട്ടത്തെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നും മെഹബൂബ് തില്ലുവിനോട് ചോദിക്കുന്നു. ഉള്ളിലുള്ള ഭയം മറച്ചുപിടിച്ചാണ് തില്ലു മറുപടി പറയുന്നത്. പക്ഷെ എന്തൊക്കെയോ മനസ്സിലാക്കിയ രീതിയിലായിരുന്നു മെഹബൂബിന്റെ സംസാരത്തിനിടെ ക്ലബ് ഓണർ ഷനോണിനെ അറിയാമോ എന്ന് മെഹബൂബ് ചോദിക്കുന്നെങ്കിലും അങ്ങനെ ഒരു പേരെ കേട്ടിട്ടില്ലെന്ന രീതിയിൽ തില്ലു മറുപടി കൊടുക്കുന്നു. കോൾ കട്ട് ചെയ്ത ശേഷം എനിക്ക് ഷനോൻ എന്നൊരാൾ പൈസ തരാനുള്ള കാര്യം ഓർമ്മയുണ്ടോ എന്ന് മെഹബൂബ് തന്റെ ഡ്രൈവറിനോട് ചോദിക്കുന്നു. സത്യത്തിൽ ഷനോൻ മെഹബൂബിന് കൊടുക്കേണ്ട 2 കോടി രൂപയാണ് രാധികയും തില്ലുവും ചേർന്ന് മോഷ്ടിച്ചത്. താൻ പൈസ കൊടുക്കാനുള്ള ആള് 3 ദിവസത്തിനുള്ളിൽ ഹൈദരാബാദിൽ വരുമെന്ന് നേരത്തെ ഷനോൻ തില്ലുവിനോട് പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്കും നമുക്ക് കാണിച്ചു തരുന്നു. ഷനോണും തില്ലുവും തമ്മിൽ ഏതോ പഴയ കണക്ഷൻ ഉണ്ടെന്നും ഷനോനെ കിട്ടിയില്ലേ പകരം നമുക്ക് തില്ലുവിനെ പൊക്കാമെന്നും മെഹബൂബ് ഡ്രൈവറിനോട് പറയുന്നു. മറുഭാഗത്ത് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി തില്ലു അവന്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കൂട്ടി നാട് വിടാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒന്നും പറയാതെ എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ലില്ലിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തില്ലു അവരോട് പറയുന്നു. പക്ഷെ എപ്പോഴും വളരെ മര്യാദയോടെ അച്ചടക്കത്തോടെയും പെരുമാറുന്ന ലില്ലിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേട്ടത് അദ്ദേഹത്തിന് വിശ്വസിക്കാനാവുന്നില്ല. കൃത്യം ഈ സമയത്ത് ലില്ലിയും പുരുഷോത്തും കൂടെ അവരെ ഫോളോ ചെയ്തു വരുന്നു. തോക്ക് ചൂണ്ടി നിൽക്കുന്ന ലില്ലിയുടെ യഥാർത്ഥ ഭാവം കണ്ടതും തില്ലു ഒഴികെ ബാക്കി എല്ലാവരും ഷോക്കാവുന്നു. ഒരു വിധത്തിൽ ലില്ലിയെ പറ്റിച്ച് തില്ലു തന്റെ ഫാമിലിയെ ഫ്രണ്ട്സിനെയും സേഫ് ആയൊരു സ്ഥലത്ത് എത്തിക്കുന്നു. ശേഷം വീണ്ടും തില്ലു കാർ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ലില്ലി അവളുടെ ആളുകളും കൂടെ അവനെ ട്രാപ്പ് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും തില്ലു മെഹബൂബിനെ കൊല്ലാൻ സമ്മതിക്കാത്തത് കൊണ്ട് ലില്ലി രാധികയെ അവിടേക്ക് കൊണ്ടുവരുന്നു. എന്തെങ്കിലും പറഞ്ഞ് തില്ലുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ നീയും അവനും 14 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ലില്ലി അവളോട് പറയുന്നു. ശേഷം രാധിക തില്ലുവിനോട് സംസാരിക്കുന്നു. ഞാൻ നിന്നെ ചതിച്ചത് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലെന്നും ഇപ്പോഴും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നും രാധിക അവനോട് പറയുന്നു. പക്ഷെ രാധികയുടെ ന്യായീകരണങ്ങളൊന്നും തില്ലുവിന്റെ മനസ്സ് മാറ്റുന്നില്ല. മിഷൻ ചെയ്യാൻ തില്ലുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാനായി രാധിക പല അടവുകളും നോക്കുന്നെങ്കിലും അവൻ അതിലൊന്നും വീഴുന്നില്ല. ഒടുവിൽ രാധിക തില്ലുവിനോട് സത്യം തുറന്നു പറയുന്നു. മുംബൈയിലുള്ള ഒരു ബിസിനസ്സുകാരനുമായിട്ട് രാധികയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. കേസ് കുടുങ്ങിയാൽ തന്റെ ജീവിതം തന്നെ ഇല്ലാതാവുമെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് രാധിക തില്ലുവിന് മുമ്പിൽ കൈകൂപ്പുന്നു. എന്തുകൊണ്ടോ ഇത്തവണയും രാധികയുടെ കണ്ണുനീര് കണ്ട് തില്ലുവിന്റെ മനസ്സലിയുന്നു. അങ്ങനെ മെഹബൂബിനെ കൊല്ലാമെന്ന് തില്ലു അവരോട് സമ്മതിക്കുന്നു. അതിന് തില്ലുവിന് നന്ദി പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നു. ശേഷം തില്ലുവും ലില്ലിയും കൂടെ പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകുന്നു. തില്ലുവിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് ലില്ലി അവനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. ശേഷം ലഡുവിന്റെ ബോക്സുമായിട്ട് തില്ലു മെഹബൂബിന്റെ അടുത്തേക്ക് പോകുന്നു. തനിക്കെതിരെ എപ്പോഴും വധശ്രമങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്രയും വലിയ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയതെന്നും മെഹബൂബ് തില്ലുവിനോട് പറയുന്നു. ഇതുവരെ 17 തവണ തനിക്കെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഇതിപ്പോ 18ാമത്തെ തവണയാണെന്നും പറഞ്ഞ് തില്ലു കൊണ്ടുവന്ന ലഡു മെഹബൂബ് കയ്യിലെടുക്കുന്നു. സത്യത്തിൽ തില്ലു വരുന്നതിന് കുറച്ചു മുന്നേ തന്നെ അവൻ ലഡുവിൽ വിഷം ചേർത്ത് കൊല്ലാൻ വരുന്ന കാര്യം മെഹബൂബിന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. തില്ലു കാരണം ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന റാവു ആണ് ഇക്കാര്യം മെഹബൂബിനെ വിളിച്ചറിയിക്കുന്നത്. തില്ലു പിടിക്കപ്പെട്ടെന്ന് അറിയുന്നതോടെ ലില്ലിയെ ആളുകളും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മറുവശത്ത് മെഹബൂബിന്റെ ആളുകൾ തില്ലുവിനെ ഉപദ്രവിക്കുന്നതും ഒടുവിൽ മെഹബൂബ് അവന് നേരെ തോക്കിയുണ്ടെന്നതും കാണിക്കുന്നു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം സീനിയർ ഓഫീസർ ലില്ലിയെ വഴക്കു പറയുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും ചെറിയൊരു ജോലി ഏൽപ്പിച്ചിട്ട് അതുപോലെ നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് സീനിയർ അവളോട് ചോദിക്കുന്നു. മാത്രമല്ല എന്തിനാണ് വെറും ഒരു സാധാരണക്കാരനായ തില്ലുവിനെ ഈ മിഷനിൽ ഉൾപ്പെടുത്തിയതെന്നും അയാൾ അവളോട് ചോദിക്കുന്നു. ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുന്നേ മെഹബൂബിനെ പിടികൂടിയില്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണമെന്നും സീനിയർ അവളോട് പറയുന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങി സീനിയർ ഓഫീസർ ആർക്കോ രഹസ്യമായിട്ട് കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. എല്ലാം റെഡിയാണെന്നും കാക്കിനാട വെച്ച് കാണാമെന്നും അയാൾ ഫോണിലൂടെ പറയുന്നു.
മറുവശത്ത് ഇന്ന് രാത്രി മെഹബൂബ് കാക്കിനാട സീ റൂട്ടിലൂടെ രക്ഷപ്പെടുകയാണെന്ന് ലില്ലിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ മെഹബൂബിനെ പിടികൂടണമെന്ന് ലില്ലി തീരുമാനിക്കുന്നു. ലില്ലി അവളുടെ ടീമും കാക്കിനാട പോർട്ടിലെത്തി മെഹബൂബിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അല്പസമയം കഴിഞ്ഞ് ഒരു കാർ അവിടേക്ക് വരുന്നു. മെഹബൂബ് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന അടുത്ത സെക്കൻഡ് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ലില്ലി തന്റെ ടീംമേറ്റ്സിനോട് പറയുന്നു. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് തില്ലു ആണ് ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. തില്ലുവിനെ കണ്ട് ലില്ലി അവന്റെ അടുത്തേക്ക് വരുന്നു. നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും മെഹബൂബ് എവിടെയാണെന്നും ലില്ലി തില്ലുവിനോട് ചോദിക്കുന്നു. ശേഷം നമ്മളെ അന്നത്തെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. തനിക്ക് നേരെ തോക്കിക്കൊണ്ടിരിക്കുന്ന മെഹബൂബിനോട് നീ എന്തിനാണ് വിയർക്കുന്നതെന്ന് തില്ലു ചോദിക്കുന്നു. അപ്പോഴാണ് മെഹബൂബ് അക്കാര്യം ശ്രദ്ധിക്കുന്നത്. അല്പസമയം കഴിഞ്ഞ് നിനക്ക് ദേഹത്തെല്ലാം ചൊറിച്ചിൽ വരികയും തൊണ്ട വരളുകയും മെല്ലെ നെഞ്ചിന് വേദന തുടങ്ങുകയും ചെയ്യുമെന്ന് തില്ലു അയാളോട് പറയുന്നു. തില്ലു പറഞ്ഞ ലക്ഷണങ്ങൾ ഓരോന്നായി അനുഭവപ്പെട്ടതോടെ തനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് മെഹബൂബ് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മളെ മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ലഡുവിൽ മാത്രമല്ല, തില്ലു വരുന്നതിന് മുന്നേ മെഹബൂബ് കുടിച്ച പാലിലും വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. ഷനോണിനെ കൂട്ടുപിടിച്ചാണ് തില്ലു ഇക്കാര്യം ചെയ്യുന്നത്. ഷനോന് കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുക്കാമെന്നും മെഹബൂബ് മരിച്ചാൽ അവന്റെ അടുത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്നും കൂടെ തില്ലു പറഞ്ഞപ്പോ ഷനോൻ അതിന് സമ്മതിക്കുകയായിരുന്നു. ഇവന്റിന് ഷെഫായിട്ട് ജോയിൻ ചെയ്താണ് ഷനോൻ മെഹബൂബിന് വിഷം കലർത്തിയ പാല് നൽകുന്നത്. മെഹബൂബിന് വിഷം കഴിച്ചതിന്റെ ലക്ഷണങ്ങൾ വരാൻ വേണ്ടിയായിരുന്നു തില്ലു അത്രയും സമയം വെയിറ്റ് ചെയ്തത്. ഈ വിഷത്തിനുള്ള ആന്റിഡോട്ട് വേണമെങ്കിൽ ഒറ്റയ്ക്ക് എന്നോടൊപ്പം വരണമെന്ന് തില്ലു മെഹബൂബിനോട് പറയുന്നു. തന്റെ ജീവൻ തില്ലുവിന്റെ കയ്യിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് മെഹബൂബ് തില്ലു പറഞ്ഞത് അതേപടി അനുസരിക്കുന്നു. സഹായത്തിന് പ്രതിഫലമായിട്ട് 14 കോടി രൂപയും തില്ലു മെഹബൂബിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ശേഷം തില്ലു മെഹബൂബിന് ആന്റിഡോട്ട് കൊടുക്കുന്നു. രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പോലീസുകാർ അവിടേക്ക് വന്ന് മെഹബൂബിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് കേട്ടതും മെഹബൂബിനെ കൊല്ലാനല്ലേ പ്ലാൻ ചെയ്തത്, പിന്നെ എന്തിനാണ് അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് ലില്ലി തില്ലുവിനോട് ചോദിക്കുന്നു. അതിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് നീ മാത്രമല്ലേ, അല്ലാതെ സീനിയർ അല്ലല്ലോ എന്ന് തില്ലു മറുപടി പറയുന്നു. ഇത് കേട്ട് ലില്ലി ചെറുതായിട്ട് ഷോക്കാവുന്നു. ഞാൻ എന്തിനാണ് മെഹബൂബിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ലില്ലി അവനോട് ചോദിക്കുന്നു. കാരണം നീയാണ് മെഹബൂബിന് ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തതെന്ന് തില്ലു മറുപടി പറയുന്നു. ശേഷം നമ്മളെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ കാണിച്ചു തരുന്നു. 5 വർഷം മുമ്പ് മെഹബൂബിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ലില്ലി ആദ്യമായിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് മെഹബൂബിനെതിരെയുള്ള എല്ലാ പ്ലാനിങ്ങും അയാൾക്ക് ചോർത്തി കൊടുത്ത് ലില്ലി പണം വാങ്ങുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഷെയ്ഖ് മെഹബൂബ് സെപ്റ്റംബർ 27 ഹൈദരാബാദിൽ എത്തുമെന്ന് സീനിയർ ഓഫീസർ ലില്ലിയോട് പറയുന്നത്. എന്ത് വില കൊടുത്തും മെഹബൂബിനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ പിടികൂടാൻ സീനിയർ ഓഫീസർ ലില്ലിയെ ചുമതലപ്പെടുത്തുന്നു. പക്ഷെ മെഹബൂബ് പിടിക്കപ്പെട്ടാൽ തനിക്കും ആവത്താണെന്ന് അറിയാവുന്നത് കൊണ്ട് പോലീസ് പിടിക്കുന്നതിന് മുന്നേ മെഹബൂബിനെ കൊല്ലാൻ ലില്ലി തീരുമാനിക്കുന്നു. ഈ പ്ലാനിങ്ങിലെല്ലാം ലില്ലിക്ക് സഹായിയായി പുരുഷോത്തം കൂടെ ഉണ്ടായിരുന്നു. മെഹബൂബിനെ നേരിട്ട് കൊലപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് അന്നത്തെ ഇവന്റിൽ കാറ്ററിംഗും സൗണ്ട് ലൈറ്റിംഗും ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ ലില്ലി പുരുഷോത്തിനോട് പറയുന്നു. അപ്പോഴാണ് പ്രോഗ്രാമിൽ DJ ചെയ്യുന്നത് തില്ലു ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. മറ്റുള്ളവരൊക്കെ പ്രായക്കൂടുതലുള്ളവരായതുകൊണ്ട് അവർ തില്ലുവിനെ ചൂസ് ചെയ്യുന്നു. ആദ്യമായി കണ്ടപ്പോ വൊമിറ്റ് ചെയ്തതുപോലും നിന്റെ അഭിനയമായിരുന്നല്ലേ എന്ന് തില്ലു ലില്ലിയോട് ചോദിക്കുന്നു. മാത്രമല്ല, മെഹബൂബിന്റെ ആളുകൾ തന്നെ കൊല്ലാൻ കൊണ്ടുപോയപ്പോ അല്പം പോലും ദയയില്ലാതെ നീ തനിയെ രക്ഷപ്പെട്ടില്ലേ എന്നും തില്ലു അവളോട് ചോദിക്കുന്നു. തില്ലു സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതും ലില്ലി അവനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. പക്ഷെ ഉടൻ തന്നെ ലില്ലിയുടെ കയ്യിലുള്ള ഗണ്ണ് പോലീസ് ഷൂട്ട് ചെയ്ത് തെറിപ്പിക്കുന്നു. കൂടാതെ അവളുടെ സഹപ്രവർത്തകർ തന്നെ അവൾക്കെതിരെ തൂക്കുകയുണ്ടുന്നു. ഈ സമയത്താണ് തില്ലു വന്ന വണ്ടിയിൽ നിന്ന് ലില്ലിയുടെ സീനിയർ ഓഫീസർ ഇറങ്ങി വരുന്നത്. ഇനിയുള്ള നിന്റെ ജീവിതം അഴിക്കുള്ളിലായിരിക്കുമെന്ന് തില്ലു ലില്ലിയോട് പറയുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിലും അതിനെ കുറിച്ച് സത്യം ഉണ്ടായിരുന്നെന്ന് ലില്ലി തില്ലുവിനോട് പറയുന്നു. മാത്രമല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ലില്ലി അവനോട് പറയുന്നു. അതും പറഞ്ഞ് കണ്ണു നിറയ്ക്കുന്നവളെ കണ്ട് തില്ലു പുച്ഛത്തോടെ ചിരിക്കുന്നു. നീ ഇത്രയേറെ വഞ്ചന കാണിച്ചിട്ടും അതിന്റെ വേദന മറയ്ക്കാനാണ് ഞാൻ ഇപ്പോഴും ചിരിക്കുന്നത്. പക്ഷെ നീയോ നിന്റെ കള്ളത്തരം മറയ്ക്കാനാണ് കരയുന്നതെന്ന് തില്ലു ലില്ലിയോട് പറയുന്നു. രാധിക ചെയ്ത തെറ്റ് ക്ഷമിച്ച് നീ അവളെ ജയിലിൽ നിന്ന് രക്ഷിച്ചല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ജയിലിൽ അയക്കുന്നതെന്ന് ലില്ലി അവനോട് ചോദിക്കുന്നു. ലില്ലിയുടെ ആ ചോദ്യത്തിനും തില്ലുവിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. കാരണം രാധിക എന്നെ സ്നേഹിച്ചിട്ട് ചതിച്ചതാണെങ്കിൽ നീ എന്നെ സ്നേഹിച്ചത് തന്നെ ചതിക്കാനായിരുന്നെന്ന് തില്ലു മറുപടി പറയുന്നു. ശേഷം ലില്ലിയെയും പുരുഷോത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും തില്ലു അവിടുന്ന് സ്ലോ മോഷനിൽ നടന്നു പോകുന്നതും കാണിച്ച് മൂവി അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.